നമസ്കാരം. ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി അന്നമോൾ താൻ പഠിച്ച പാല സെൻറ് മേരീസ് സ്കൂളിലെത്തും. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അധ്യാപകരും കൂട്ടുകാരും ഉണ്ടാകും. തിങ്കളാഴ്ച രാവിലെ 9:30 പാല സെൻറ് മേരീസ് സ്കൂളിൽ മുണ്ടാങ്കൽ അപകടത്തിൽ മരിച്ച അന്നമോളുടെ മൃതദേഹം എത്തിക്കുക. 1 മണിക്കൂറോളം ഇവിടെ പൊതുദർശനമുണ്ടായിരിക്കും. സംസ്കാരം തിങ്കളാഴ്ച 12-ന് പ്രവിത്താനം സെൻറ് അഗസ്റ്റിൻസ് ഫൊറോന പള്ളിയിൽ നടത്തും. അന്നേ ദിവസം 11 മുതൽ പ്രവിത്താനം പള്ളി ഹാളിലും പൊതുദർശനമുണ്ട്. എരുമേലിയിൽ KSRTC ബസ് ഓപ്പറേറ്റിംഗ് സെൻ്ററും സ്റ്റാൻഡും പ്രവർത്തിക്കുന്ന സ്ഥലം 3 മാസത്തിനുള്ളിൽ ഒഴിയണമെന്ന് പാല സബ് കോടതി ഉത്തരവ്. സ്ഥലത്തിൻ്റെ ഉടമസ്ഥത അവകാശപ്പെട്ട് പൊൻകുന്നം ചിറക്കടവ് വൃന്ദാവൻ വീട്ടിൽ ഗോപി രാജഗോപാലും മക്കളും നൽകിയ ഹർജിയിലാണ് സബ് ജഡ്ജ് രാജശ്രീ രാജഗോപാലിൻ്റെ ഉത്തരവ്. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്തുള്ള 50 സെൻറ്റിലാണ് 25 സർവീസുകളും 130 ജീവനക്കാരുമുള്ള ഓപ്പറേറ്റിംഗ് സെൻ്ററിൻ്റെ പ്രവർത്തനം. ശബരിമലയിലേക്ക് പോകാനുള്ളവർ ഇവിടെയാണ് ബസ് ഇറങ്ങുന്നത്. ഓഫീസ്, ടിക്കറ്റ്, ക്യാഷ് കൗണ്ടർ, യാത്രക്കാർക്കുള്ള വിശ്രമ കേന്ദ്രം, ജീവനക്കാർക്കും യാത്രക്കാർക്കുമുള്ള ശുചിമുറികൾ എന്നിവ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഗോപി രാജഗോപാലിൻ്റെ ഭർത്താവ് പരേതനായ PR രാജഗോപാൽ 1977 50 സെൻറ്റ് താൽക്കാലിക ഉപയോഗത്തിനായി KSRTCക്ക് അനുവദിച്ചതാണ്. ശബരിമല തീർത്ഥാടന കാലത്ത് ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായിരുന്നു ഇത്. സ്ഥലം തിരിച്ചു കിട്ടണമെന്ന് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഒഴിയാൻ KSRTC തയ്യാറായില്ല. ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭൂമിയിൽ പാട്ടത്തിനാണെന്നും ബോർഡിന് 1000 രൂപ വാർഷിക നിരക്കായി നൽകുമെന്നും വാദിച്ചു. PR രാജഗോപാലിൻ്റെ പേരിൽ 1996 പട്ടയം അനുവദിച്ചപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അപ്പീലിനൊപ്പം ഇതു സംബന്ധിച്ച പാട്ടക്കരാർ ഹാജരാക്കിയിരുന്നില്ലെന്ന് മറുഭാഗവും വാദിച്ചു. CPIM പഴയരിക്കണ്ടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗവും കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് CPIMൽ ചേർന്നവർക്ക് സ്വീകരണവും നൽകി. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി സ്വീകരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. CPIM പഴയരിക്കണ്ടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗവും കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് CPIMലെത്തിയവർക്ക് സ്വീകരണവും നൽകി. പഴയരിക്കണ്ടം പള്ളി സിറ്റിയിൽ നടന്ന പരിപാടിയിൽ റോബിൻ ആലക്കൽ അധ്യക്ഷത വഹിച്ച യോഗം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഇന്ന് BJP ആണെങ്കിൽ നാളെ കോൺഗ്രസ് ആണ്, ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ BJP ആണ്. എന്തുകൊണ്ടാണ്? BJP ഈ രാജ്യത്തിന് മുമ്പിലേക്ക് ഉയർത്ത മുദ്രാവാക്യം എന്താണെന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 1936 ഒരുക്കിയ ഗോൾവാക്കർ വിചാരധാര എന്ന് പറയുന്ന RSSന്റെ മുഖമാസി എഴുതിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ രാജ്യം ഒരു സവർണാധിപത്യ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കപ്പെടേണ്ട രാജ്യമാണ്. ആ സവർണാധിപത്യ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഇന്ത്യ രാജ്യത്തിന് മുമ്പിൽ 3 ആഭ്യന്തര ശത്രുക്കളുണ്ട്. ഒന്ന് ക്രിസ്ത്യാനികളാണ്, മറ്റൊന്ന് മുസ്ലിങ്ങളാണ്, മറ്റൊന്ന് ക്രിസ്ത്യാനികളാണ്. പറഞ്ഞേക്കറിയാം, മക്കയെ പുണ്യസ്ഥലമായി സ്വീകരിക്കുന്ന മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്തിലാണ്. ദീർഘകാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ജിൻസ് ജോർജ് മുത്തനാടിനെയും സഹപ്രവർത്തകരെയും CV വർഗീസ് ചെങ്കൊടി നൽകി പാർട്ടിയിൽ സ്വീകരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MJ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. അഭിവാദ്യം അർപ്പിച്ച ഏരിയ സെക്രട്ടറി PB സബീഷ്, മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CB പേന്താനം, ജോഷി മാത്യു, ദിലീപ് ET, എബിൻ ജോസഫ്, മനോജ് TD, ഉഷ മോഹനൻ, ശശി കന്യാലിൽ എന്നിവർ സംസാരിച്ചു. നിരവധി CPIM പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ദൃശ്യ ന്യൂസ്, ഇടുക്കി. മതേതര ഭരണഘടനയിൽ നിന്ന് മതരാഷ്ട്രത്തിലേക്ക് രാജ്യം നീങ്ങുന്നതിൻ്റെ പ്രകടമായ തെളിവാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കുറ്റപത്രമെന്ന് RJD ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ വർഗീസ് ജോർജ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വ്യാജ കേസിൻ്റെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് RJD ജില്ലാ കമ്മിറ്റി കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിൽ നടത്തിയ ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മതന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ്. ഇക്കാര്യത്തിൽ രാഷ്ട്രപതി ഇടപെടണം. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കരുതെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തിയിട്ടും കന്യാസ്ത്രീകളെ മർദ്ദിച്ചിട്ടും ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ ഇനിയും നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. RJD ജില്ലാ പ്രസിഡന്റ് സണ്ണി തോമസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ബെന്നി കുര്യൻ, പീറ്റർ പന്തലാനി, TS റഷീദ്, ജോസ് മടുക്കക്കുഴി, ജില്ലാ ജനറൽ സെക്രട്ടറി ജോർജ് മാത്യു, ജോൺ മാത്യു മൂലയിൽ, KE ഷെരീഫ്, AV ജോർജ് കുട്ടി, ബെന്നി C ചീരഞ്ചിറ, ഫിറോസ് മാവുങ്കൽ, ജോർജ് കുട്ടി ഞള്ളാനി, KR മനോജ് കുമാർ, പ്രിൻസ് തോട്ടത്തിൽ എന്നിവർ പ്രസംഗിച്ചു.
ആ മതം അനുഷ്ഠിക്കാനുള്ള അവകാശം, റൈറ്റ് ടു പ്രാക്ടീസ്, ആ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം, റൈറ്റ് ടു പ്രൊപ്പഗേറ്റ്, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം, പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ കോൺഗ്രസ് അസംബ്ലി അംഗമായിരുന്ന KM മുൻഷി ബച്ചൻ ചോദിച്ചു, ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യം വേണം. അപ്പോൾ ജവഹർലാലാണ് എഴുന്നേറ്റ് പറഞ്ഞത്, ഒരു മതത്തിനെ പ്രചരിപ്പിക്കാൻ അവകാശമില്ലെങ്കിൽ മതസ്വാതന്ത്ര്യം പൂർണ്ണമാകില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ 3 അവകാശങ്ങൾ, റൈറ്റ് ടു ബിലീവ്, റൈറ്റ് ടു പ്രാക്ടീസ്, റൈറ്റ് ടു പ്രൊപ്പഗേറ്റ്, നമ്മുടെ ഭരണഘടനയുടെ മതസ്വാതന്ത്ര്യ ഖണ്ഡികയിലല്ല മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിലാണ്. അത് നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ മതപരിവർത്തനം തടയുന്ന നിയമങ്ങൾ പാസാക്കി. ഏറ്റവും ഒടുവിൽ കർണാടകത്തിലാണ് മതപരിവർത്തന നിയമം പാസാക്കി. ധാരാളം ആളുകൾ മതങ്ങൾ മാറുന്നു. ജാതിക്കെട്ടും ജാതിക്കൊണ്ടയുള്ള സമൂഹത്തിൽ ജാതിയുടെ ഘടനയിൽ നിന്ന് രക്ഷപ്പെടാൻ ധാരാളം പേര് മതങ്ങൾ മാറാറ്. വൈറലായി പഞ്ചായത്ത് മെമ്പറുടെ സേവ് ദി ഡേറ്റ് വീഡിയോ. തിടനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷെറിൻ ജോസഫ് പെരുമാക്കുന്നേലിൻ്റെയും ജോയ്സിൻ്റെയും വിവാഹക്ഷണത്തിൻ്റെ വീഡിയോയാണ് ഇതിനോടകം ശ്രദ്ധ നേടിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്കറിയാച്ചൻ പൊട്ടനാനി ഉൾപ്പെടെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളുമാണ് വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത്. ചേറ്റത്തോട് പള്ളിയിലും പരിസരങ്ങളിലുമായി വെള്ളിമൂങ്ങ ചിത്രത്തിൻ്റെ ശൈലിയിലാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഡിമാരി മീഡിയയിലെ ജസ് ഫിലിപ്പ്, നവ്യ, ജസ്, സണ്ണിച്ചൻ കുരിശിങ്കൽ എന്നിവരാണ് തൊമ്മൻ്റെ ഉജ്ജ്വല വിജയം എന്ന ഈ സേവ് ദി ഡേറ്റ് വീഡിയോയ്ക്ക് പിന്നിൽ. ഇതാര് തൊമ്മനോ? അച്ഛ വിശേഷം സ്വീകരിക്കട്ടെ. എന്താ ഈ വഴിയൊക്കെ? അച്ഛ അത് പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണല്ലോ. എടാ തമ്പുരാന്റെ കൂടെ വോട്ടില്ലടാ. അളിയ ഇത്രയൊക്കെ സൗന്ദര്യം ഞാൻ ആഗ്രഹിച്ചുള്ളത്. കുഴപ്പമില്ലാത്ത കേസട്ടാ, വേണം നമുക്ക് ആലോചിക്കാനുള്ളൂ ഉള്ളൂ. പട്ടി വരുന്ന ഓടിച്ചോ. എന്തെങ്കിലും പറ്റിയോ? ഓ ഇല്ല, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് പേടിച്ചു പോയല്ലേ? പേടിച്ചുപോയി. ഹോസ്പിറ്റലിൽ പോണോ? ഓ വേണ്ട, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? വീണല്ലേ? തൊമ്മ ആള് വരുന്നുണ്ട്, വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് ഉറപ്പിച്ചേക്കണേ. തൊമ്മ ഇതോടെ ഞാൻ തൊമ്മനല്ലേ? അതെ അതെ. ആ, ഇലക്ഷൻ വെക്കുന്നുണ്ടല്ലേ? ഏതാ എന്റെ ചിഹ്നം? നമ്മുടെ ചിഹ്നം 2 ആ, എന്റെ ഒരു വോട്ട് ഉറപ്പിക്കാട്ടോ. എന്നാ പിന്നെ ശരിക്കൊന്ന് ഉറപ്പിക്കാൻ ഞാൻ എന്നെ ചാച്ചനമ്മയെ മുന്നോട്ട് വിട്ടേക്കട്ടെ. പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ, അഴകുരുകിയ മുത്തല്ലേ, പ്രണയമെഴുതുതേ മധുതികേ. കുട്ടികൾക്കെല്ലാം പ്രിയപ്പെട്ട ഒരു മാജിക് അപ്പൂപ്പനെ പരിചയപ്പെടാം. മജീഷ്യൻ, കവിത, പാട്ട്, ഗാർഡനിങ് അങ്ങനെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചയാൾ. സോഷ്യൽ മീഡിയയിലൂടെ ഇതിനോടകം സുപരിചിതനായ ഏറ്റുമാനൂർ കൂടല്ലൂർ സ്വദേശി ജെയിംസ് ചെട്ടിയാത്ത് എന്ന 79-കാരൻ. ഇതൊരു കോയിൻ, ഒരു ക്വാർട്ടറാണ്. കോയിൻ ഇരിക്കുന്നു. അത് ഏത് കയ്യിലാന്ന് പറയണം. ഞാൻ അടയ്ക്കാൻ പോണം. 1 2 3. ഇത് ഏത് കയ്യിലാ? ഈ കയ്യിലോ ഈ കയ്യിലോ?
എല്ലാരും പറയും ഈ കയ്യിലാന്ന്. ഷൂ 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 ഈ കയ്യില ഡെഫിനറ്റ് ആയിട്ട് നോക്കെ. രണ്ട് കയ്യിലില്ല. ഡിസപ്പിയർ. ഇറ്റ്സ് കോൾഡ് മാജിക്. സോഷ്യൽ മീഡിയകളിൽ വൈറൽ താരം, മജീഷ്യൻ, കവിത, പാട്ട്, ഗാർഡനിംഗ് ഉൾപ്പെടെ എല്ലാത്തിലും കഴിവ് തെളിയിച്ചു. വിവിധ സംഘടനകളുടെ പ്രതിനിധി. യാത്രകളെ നെഞ്ചിലേറ്റി ഈജിപ്ത്, ഇറ്റലി, മെക്സിക്കോ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി. ഇതിനിടയ്ക്ക് സന്ദർശനം ആനന്ദകരമാക്കാൻ കുട്ടികൾക്ക് ചെപ്പടി വിദ്യകൾ കാണിച്ച് അവരുടെയെല്ലാം മാജിക് അപ്പൂപ്പനായി. ഹലോ, എൻ്റെ പേര് ജെയിംസ് ചെട്ടിയാത്ത്. എൻ്റെ വീട് ഇവിടെ ഏറ്റുമാനൂരിനും പാലായ്ക്കും സെൻട്രലിലെ കൂടല്ലൂർ എന്ന സ്ഥലമുണ്ട്, അവിടെയാണ് ഞാൻ ജനിച്ചത്. പക്ഷേ ഞാൻ ഒരു 55 വർഷമായിട്ട് അമേരിക്കയിൽ ലോസ് ആഞ്ചൽസിലാണ്. ഞാൻ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഞാൻ പാട്ടും പിന്നെ മാജിക്കും അങ്ങനെയുള്ള പരിപാടികളാണ് നടക്കുന്നത്. കാരണം എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞാണ് ഞാൻ പാട്ട് എഴുതാൻ തുടങ്ങിയത്, കവിത എഴുതാൻ തുടങ്ങിയത്. ഞാൻ ഏതാണ്ട് 100 ചില്ലുവാൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് 85 പാട്ടുകളും ഇങ്ങനെ കേരള എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ അമേരിക്കയിൽ ഇത് പുറത്ത് വന്നിട്ടുണ്ട്. അതെല്ലാം കൂടി ഞാൻ പല CD ആക്കി ഒരു 4-5 CD ഉണ്ടാക്കി. ഈയിടെ ഒരു CD കൂടെ പുറത്തിറക്കുന്നുണ്ട്. കൂടാതെ ഇതെല്ലാം കൂടെ ഒരു ബുക്കാക്കിയിട്ട് ആത്മസഖി എന്ന് പറയുന്ന ഒരു ബുക്ക് പ്രകാശം ചെയ്യുകയാണ്. അതിൻ്റെ കവർ പേജ് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ കുമരകത്ത് നടന്നായിരുന്നു. പിന്നെ ഇപ്പോൾ എന്നെ അറിയപ്പെടുന്ന മാജിക് അപ്പച്ച എന്നാണ്. കാരണം ഞാൻ ആ മാജിക് അപ്പച്ച എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ അവിടെ ഇത് വാട്സപ്പിലും ഇതിലെല്ലാം എൻ്റെ പേര് വാട്സപ്പ് മാജിക് അപ്പച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരാണ്. ടിക്ടോക്കിൽ എനിക്ക് 3000 ഫോളോവേഴ്സും മോസ്റ്റ് ഓഫ് ദി ടൈം ഏതാണ്ട് 600,000 ആളുകളാണ് ഇത് വാച്ച് ചെയ്യുന്നത്. അങ്ങനെ പലരും എന്നെ അറിയും. ഞാൻ സാധാരണ ഒരു യാത്രക്കാരനാണ്. കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പം കപ്പലിൽ ഞാൻ ഈജിപ്തിലെ, ഇറ്റലി, മെക്സിക്കോ, അമേരിക്ക മുഴുവനും ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ചെറുതായിട്ടുള്ള മാജിക് കാണിക്കുകയും എൻ്റെ ഈ CD എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ചുമന്ന ത്രെഡ്, ഒരു ജോയിൻ്റ് ഒന്നുമില്ല, മാഗ്നറ്റിക് പവറൊന്നുമില്ല, വളരെ ശക്തിയാണ്. ഇതിന് ഞാൻ അന്ന് സെൻറ്ററിൽ വെച്ചൊന്ന് കണ്ടിക്കാൻ പോവാണ്. ഇത് കണ്ടിക്കുന്ന ഒരാൾ തന്നെ. ഇത് കണ്ടിച്ചു അതിനെ കണ്ടിച്ചു. അതിനെ ഞാൻ ജോയിൻ ചെയ്യാണ്. അതിനെ ജോയിൻ ചെയ്തു. ഒരു ത്രെഡായിരുന്നു. അതിനെ 2 ആയിട്ട് മുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നേ വെച്ച് അതിനെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്തു. ഇനിയാണ് അതിൻ്റെ മാജിക് വരുന്നത്. ഇതിനെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെച്ചു ഇങ്ങനെ കൊണ്ടു കഴിഞ്ഞ് ഇതിൻ്റെ അകത്തൊരു പൗഡറുണ്ട്, ഇൻവെസിബിൾ പൗഡറും. ആ പൗഡർ അങ്ങോട്ട് അടിക്കുന്നു. അത് കഴിഞ്ഞ് നോക്കുകയാണ് നമുക്ക്. കണ്ടിച്ചതോടെ പോയി, ജോയിൻ്റോടെ പോയി. താങ്ക് യു വെരി മച്ച്. ചിത്രശലഭങ്ങളെ പോലെ പറന്നു നടക്കുന്ന ഏറ്റുമാനൂർ കൂടല്ലൂർ സ്വദേശി ജെയിംസ് ചെട്ടിയാത്ത് എന്ന 79-കാരൻ 55 വർഷമായിട്ട് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് താമസം. 15 വർഷം മുൻപ് അമ്മ മരിച്ചതോടെ അമ്മയോടുള്ള സ്നേഹം, കരുണ, ദയ, അമ്മയുടെ ഓർമ്മകൾ എല്ലാം പാട്ടുകളിലൂടെ പങ്കുവച്ചു. ോളം പാട്ടുകളിൽ 85 എണ്ണം മാഗസിനുകളിൽ പ്രസിദ്ധീകരിച്ചു. നിരവധി CDകളും പുറത്തിറക്കുകയുണ്ടായി. കൂടല്ലൂർ മാതാവ്, എൻ്റെ അമ്മ, അമ്മ സ്നേഹം തുടങ്ങിയ കാവ്യാത്മക ഗീതങ്ങൾ അദ്ദേഹത്തിന് ഏറെ പ്രശസ്തി നേടിക്കൊടുത്തു. ഏതാണ്ട് 15 വർഷമായി അമ്മ മരിച്ചിട്ടിപ്പം ഏതാണ്ട് 14 വർഷമായി. എൻ്റെ മോൾ ഉണ്ടായിക്കഴിഞ്ഞാണ് ഇതെല്ലാം പതുക്കെ തുടങ്ങിയത്. പക്ഷെ അമ്മ മരിച്ചു കഴിഞ്ഞാണ് അമ്മയോടുള്ള സ്നേഹമാണ് കൂടുതലും. അതുകൊണ്ട് എപ്പോഴും എൻ്റെ മനസ്സിലെ അമ്മയെ പറ്റി
പാട്ടുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് എൻ്റെ പല പാട്ട് ഇനിയും ഒരു 8-10 പാട്ടുകൾ അമ്മയെ പറ്റിയുണ്ട്. അത് ഞാൻ പതുക്കെ തീർക്കണം. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഭാര്യ മരിച്ചത്. അതുകൊണ്ട് ഇപ്പം ഭാര്യയെ പറ്റിയാണ് എഴുതുന്നത്. அந்த ഭാര്യപ്പെട്ടുള്ള ആ പാട്ടാണ് അടുത്ത CD-യിൽ വരുന്നത്. അതിൻ്റെ പേര് പ്രിയതമേ നിനക്കായി CD. അവളെ പറ്റി മാത്രമുള്ള പാട്ടാണ് അത്. കേട്ടാൽ മനുഷ്യർ കേൾക്കുമ്പോഴത്തേനും മനസ്സിന് എല്ലാവരും പറയും ഇത് സങ്കടത്തിലുള്ള പാട്ടാണ്. അങ്ങനെ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു ഭാര്യയെ സ്നേഹിക്കുന്നു, അവളുടെ സ്നേഹം എങ്ങനെയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അറിയുന്ന ഇതെല്ലാം. ഇത്രയ്ക്ക് ഭാര്യമാർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെന്നുള്ളത്. 5 മാസം മുൻപ് ഭാര്യ മരിച്ചതോടെ ഭാര്യയുടെ ഓർമ്മകൾ പങ്കുവച്ച് ആത്മസഖി എന്ന കവിതയും രചിച്ചു. മദ്രാസിലെ പഠനം കഴിഞ്ഞ് അമേരിക്കയിൽ പോയി 2 വർഷത്തെ ജോലിയും കഴിഞ്ഞ് സ്വന്തമായി ബിസിനസ് തുടങ്ങിയ ജെയിംസ് അപ്പൂപ്പൻ തൻ്റെ 3 മക്കളും കൊച്ചുമക്കളുമായി അവരിൽ ഒരാളായി നടന്നു നീങ്ങുകയാണ്. കയ്യിൽ കുറച്ച് ചെപ്പടി വിദ്യകളുമൊക്കെയായി. ജെയിംസിന്റെ ഏറ്റവും ആദ്യത്തെ CD ആയ എനിക്കായി എൻ്റെ അമ്മ എന്ന CD-യിൽ ആ ഒരു ആൽബത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്ന് പറയുന്നത് അത് പാടിയത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പാടിയ ഒരു പാട്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണത്. എനിക്കായി എൻ്റെ അമ്മ എന്ന് തന്നെയാണ് ആ പാട്ടിന്റെ തുടക്കവും. എനിക്കായി എൻ്റെ അമ്മ 10 മാസം ചുമന്നല്ലോ, വീട്ടിലെ ജോലി മക്കളുടെ കാര്യം മരികളിൽ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഇടവിട്ടടിക്കുന്ന മണിനാദം കേൾക്കും. ഓക്കെ മോളെ, എൻ്റെ 3 കാർഡുണ്ട് കേട്ടോ. 3 കാർഡ്, 3 ഇത് വേറെ തൊട്ട് നോക്കിയോ, വേറെ കാർഡ് ഇതിനകത്തുണ്ട് നോക്കല്ലേ. എല്ലാം ഇതാ ഓരോ കാർഡ് 3 കാർഡുണ്ട്. ആ 3 കാർഡ് ഞാൻ ഒരു മാജിക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അത് ഏതാ നിങ്ങളെ കാണിക്കുക, ഏത് കാർഡാണ് എൻ്റെ ഉള്ള 3 കാർഡെന്ന് പറഞ്ഞത്. 5, 6 and 7. 1, 2, 3. അഗെയിൻ എൻ്റെ 3 കാർഡേ ഉള്ളായിരുന്നു. 5, 6, 7. അതിൽ 6 എടുത്ത് മോള് ഇവിടെ ഇങ്ങനെ വെച്ച് അകത്ത് കാണാൻ നോക്കല്ലേ. ഇതിങ്ങനെ എടുത്ത് ഇതാ 6 എടുത്ത് താഴെടുക്ക്. ഓക്കെ, എൻ്റെ ഇരിക്കുന്നത് ഇതാ 2 കാർഡേ ഉള്ളൂ. മോഡയിൽ ഒരു കാർഡ് ഇരിക്കുന്നു. ഈ 2 കാർഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ 5 and 7. യു ഹാവ് 6. ഓക്കെ, ഈ 6 ഒന്ന് എടുത്ത് ഞങ്ങളെ നിന്ന് കാണിച്ച് അവിടെ നിന്ന് കാണിച്ച് ഇതാ വെരി സിക്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ന്യൂസ് ബ്യൂറോ, വൈക്കം. പിറവം നഗരസഭ സംഘടിപ്പിക്കുന്ന ഓണോത്സവം 2025 സ്വാഗത സംഘം ഓഫീസിൻ്റെ ഉദ്ഘാടനം പുത്തൻകുരിശ് DYSP VT ഷാജൻ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു സമ്മാന കൂപ്പണിൻ്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വൈസ് ചെയർമാൻ KP സലീം അധ്യക്ഷത വഹിച്ചു. ഓഗസ്റ്റ് 26 വൈകുന്നേരം 3 മണിക്ക് പിറവം സെൻറ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും അത്തം സായാഹ്ന സാംസ്കാരിക ഘോഷയാത്രയോടെ നഗരസഭയുടെ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് മയൂരനൃത്തം, അമ്മൻകുടം, മുറം ഡാൻസ്, വിവിധ തെയ്യങ്ങൾ, ഓണപ്പൊട്ടൻ, കൊട്ടക്കാവടി, വാദ്യമേളങ്ങൾ, വിവിധ കലാരൂപങ്ങൾ, 27 വാർഡുകളിൽ നിന്നായി അണിനിരക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ, ആശാവർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുണ്ടാകും. സെപ്റ്റംബർ 1 രാവിലെ 10 പോസ്റ്റ് ഓഫീസ് കവലയിൽ ഫുഡ് ഫെസ്റ്റ്, തീറ്റ മത്സരം, തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, മറ്റ് കലാപരിപാടികൾ എന്നിവ അരങ്ങേറും. സെപ്റ്റംബർ 2 നഗരസഭ കാര്യാലയാങ്കണത്തിൽ പ്രദർശന വടംവലി മത്സരം, 3 രാവിലെ 9 നഗരസഭ ഹാളിൽ പൂക്കള മത്സരം നടക്കും. ഇതിനു പുറമെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സഹകരണത്തോടെ പ്രൊഫഷണൽ ഗ്രൂപ്പുകളുടെ വിവിധ കലാപരിപാടികളും നടക്കും. ഓണത്തോടനുബന്ധിച്ച് നേരത്തെ നടത്തിയിരുന്ന പിറവം വള്ളംകളി മത്സരം ബോട്ട് ലീഗ് മത്സരങ്ങളുടെ ഭാഗമാക്കിയ സാഹചര്യത്തിൽ ഇക്കുറി പിറവം വള്ളംകളി മത്സരം നടത്താൻ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു. നഗരസഭാ കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 2025 ഓണോത്സവം നമ്മൾ വലിയ ഇതോടുകൂടിയാണ് നമ്മൾ കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിപുലമായ സ്വാഗത സംഘയോഗം ചേർന്നിരുന്നു. അതോടൊപ്പം തന്നെ ജനകീയമായ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത്തവണ നമ്മൾ ഓണം
ആഘോഷിക്കുന്നത്. അത്തച്ചമയ ഘോഷയാത്രയും അതോടൊപ്പം തന്നെ വള്ളംകളിയും മറ്റ് നിരവധി പരിപാടികൾ അതിനോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നടത്താൻ പറ്റിയില്ല. ആ ഒരു കുറവ് നികത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നിറവത്തിൻ്റെ ജനകീയമായ ഈ ഉത്സവം ആഘോഷമായിട്ട് നമുക്ക് കൊണ്ടാടണം. നഗരസഭയുടെ 2025 ഓണാഘോഷ പരിപാടി 26-ാം തീയതി നടക്കുന്ന കലാ സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി അത്തച്ചമയ ഘോഷയാത്രയോടുകൂടി തുടക്കം കുറിക്കുകയാണ്. പിന്നീട് നടക്കുന്ന വള്ളംകളിയോടുകൂടിയാണ് അതിൻ്റെ പരിസമാപ്തി നടക്കുന്നത്. നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാൻ വേണ്ടി നഗരസഭയിൽ അതിൻ്റെ സ്വാഗത സംഘം ഓഫീസ് ഇന്ന് തുറക്കുകയാണ്. ഇതിനാവശ്യമായ പണം സ്വരൂപിക്കുന്നത് 100 രൂപ കൂപ്പൺ വഴി സാധാരണ ജനങ്ങളിൽ നിന്നാണ് പ്രധാനമായും പണം ശേഖരിക്കുന്നത്. അതിൻ്റെ കൂപ്പണിൻ്റെ വിതരണ ഉദ്ഘാടനം ഇന്ന് തന്നെ ഇവിടെ നിർവഹിക്കുകയാണ്. കേരളത്തിൻ്റെ ഏത് മേഖലയിൽ നിന്നും ലോകത്തിൻ്റെ ഏത് കോണിലേക്കും ജനിച്ചു വളർന്ന് പറിച്ചു നടപ്പെട്ടാലും നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഓണമാണ്. രണ്ടാമത്തെ നമ്മുടെ പ്രദേശത്തെ കാവുകളിലെയും പള്ളികളിലെയും ഉത്സവങ്ങളുമാണ്. ഏതായാലും ഓണം എത്തിച്ചേർന്നു. അത്തം വെളുത്താൽ ഓണം കറക്കും, അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്നാണ്. മഴ പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. ഏതായാലും ഈ കാർഷിക സംസ്കൃതിയുടെ ഉത്സവമായ ഇത്തവണത്തെ ഓണം നഗരസഭ വളരെ വിപുലമായി നടത്തുന്ന സന്തോഷം. അതിന് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. ചങ്ങനാശ്ശേരി സെൻറ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന 22ാമത് മോൺസിഞ്ഞോർ സിറിയക് കണ്ടങ്കരി മെമ്മോറിയൽ അഖില കേരള ഹയർ സെക്കൻഡറി സ്കൂൾ ജനറൽ ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം ളായിക്കാട് മേരി റാണി പബ്ലിക് സ്കൂളിലെ അർണോൾഡ് സന്തോഷ്, നോയൽ ജോസഫ് എന്നിവരും, 2ാം സ്ഥാനം അയർക്കുന്നം സെൻറ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹരിമുരളി, ജോയൽ ജൂഡ് അഗസ്റ്റിൻ എന്നിവരും, 3ാം സ്ഥാനം ആനക്കല്ല് സെൻറ് ആൻ്റണീസ് പബ്ലിക് സ്കൂളിലെ റീവ് മാത്യു ഷെറി, അൽഫോൺസ് എസ് വടക്കൽ എന്നിവരും കരസ്ഥമാക്കി. സമാപന സമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ സ്കറിയ കന്യാകോണിൽ ഉദ്ഘാടനം ചെയ്തു. ഹോളി ക്വീൻസ് പ്രൊവിൻഷ്യൻസിലെ എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ ആനി തോമസ് CMC അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ലില്ലി തെരേസ് CMC, SB കോളേജ് റിട്ടയർഡ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ആൻ്റണി മാത്യൂസ്, PTA പ്രസിഡന്റ് വർഗീസ് ആൻ്റണി, ലിസി സിറിയക്, ജിജി തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ വിവിധ സ്കൂളുകളിൽ നിന്നാണ് സംബന്ധിച്ചത്. കൂടുതലായിട്ട് വായിക്കുവാനും അറിയുവാനും അറിവ് ലഭിക്കാനും പറ്റിയ നല്ലൊരു അവസരമാണ്. നിങ്ങളുടെ അറിവിനെ കൂടുതൽ നിങ്ങൾക്ക് മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നന്നായി ചിന്തിക്കുവാൻ, പെട്ടെന്ന് ചിന്തിച്ച് തീരുമാനം എടുക്കുവാനായിട്ടുള്ള ഒരു കഴിവാണ് ഈ ഒരു പദ്ധതിയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചത്. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായി എങ്ങനെ മത്സരിക്കണം, അവരെ ബഹുമാനിച്ചുകൊണ്ട് എങ്ങനെ മത്സരിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ലഭിച്ചത്. അതിനൊക്കെ അധികമായിട്ട് ഈ ഒരു മത്സരത്തിലൂടെ കടന്നുപോയപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിച്ചു, കോൺഫിഡൻസ് കിട്ടി. എങ്ങനെ ഒരു കാര്യത്തിൽ ഉത്തരം പറയണം, എങ്ങനെ തീരുമാനമെടുക്കണമെന്നുള്ള കോൺഫിഡൻസ് കിട്ടിയുണ്ട്. ഇനി തമാശകളിലൂടെയും എന്റർടൈൻമെന്റിലൂടെയും കടന്നുപോയി നിങ്ങൾക്ക് അറിവിന്റെ ലോകത്തിലേക്ക് കൂടുതലായിട്ട് പോകാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ഭൗതികമായ അറിവിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല. അത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അത് നേടിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നന്നായിട്ട് പോകാൻ സാധിക്കൂ. ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിയുടെ വഴികാട്ടിയായ വിചാരധാരയെ പിന്തുടരുന്ന സംഘപരിവാർ ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം നമ്പർ ശത്രുവാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വൈക്കത്ത് നടക്കുന്ന CPI ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ ഒരു കാണിയായി പോലും എത്തി നോക്കിയിട്ടില്ലാത്ത RSS ജനങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കേണ്ടതില്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. രാജ്യത്ത് മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെടുന്നതിന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വഴികാണിക്കുന്നത് വിചാരധാരയാണ്. രാജ്യത്തിനകത്തെ ശത്രുക്കളായാണ് വിചാരധാര ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും വിലയിരുത്തിയിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ പെൺകുട്ടികൾക്ക് തുണയായത് ചെങ്കുടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്യാസപ്രവർത്തനത്തിലെ 3ാമത്തെ വർണ്ണമാണ് ആ വൈശ്യനാണ് മഹാത്മാഗാന്ധി. വൈശ്യനായ ഗാന്ധിജിക്ക് ഇടം നിൽക്കുന്നതിൽ പ്രവേശിക്കാൻ സമ്മതിക്കാമോ? ഒന്ന് കുഴഞ്ഞിട്ട് അദ്ദേഹം തീരുമാനിച്ചു, ഗാന്ധിജിക്ക് മനയിലേക്ക് പ്രവേശനമില്ല.
മനയ്ക്ക് പുറത്ത് ഒരു ചെറിയ ഊഹം പോലെ ഒന്ന് കെട്ടിയുണ്ടാക്കിയിട്ട് അദ്ദേഹം മഹാത്മാഗാന്ധിയോട് വരാൻ പറയുകയായിരുന്നു. മഹാത്മാഗാന്ധി അവിടെ പോയി സംസാരിച്ചു. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. വെറും കൈയോടെ മഹാത്മാഗാന്ധി ആ മന തിരിച്ചയച്ചു. മനക്കിലെ നമ്പൂതിരിക്കാരെന്ന് പറഞ്ഞു, പിജാതിക്കാർ, കർണജാതിക്കാർ, അവർ ജാതിയിൽ താളവനായത് അവരുടെ എല്ലാം കുറ്റം കൊണ്ടാണ്, മുൻജന്മത്തിലെ പാപം കൊണ്ടാണ്. വൈക്കം ബോട്ടുചട്ടി മൈതാനിയിലെ കാനം രാജേന്ദ്രൻ നഗറിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ R രാജേന്ദ്രൻ, CK ശശിധരൻ, TV ബാലൻ, സംഘാടക സമിതി പ്രസിഡന്റ് ജോൺ വി ജോസഫ്, ജനറൽ സെക്രട്ടറി MD ബാബുരാജ്, സാബു P മണലോടി എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി ഇപ്റ്റയുടെ വയലാർ ഗാനസദസ്സും അരങ്ങേറി. ദൃശ്യ ന്യൂസ്, വൈക്കം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.